ഈ ഫിസിക്കൽ ചീറ്റിംഗ് ഇല്ലേ, അതാണോ ഏറ്റവും പ്രശ്നം, അതോ ഇമോഷണൽ ചീറ്റിംഗ് ആണോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്താണ് ഇമോഷണൽ ചീറ്റിംഗ് ചെയ്യുമ്പോഴേ മനുഷ്യന്റെ ഹൃദയം കൊണ്ടുപോകണ എന്താന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര ഡീപ്പായിട്ട് നമ്മളെ ദ്രോഹിക്കേണ്ട പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഇമോഷണൽ ചീറ്റിംഗ് എന്ന് പറയുന്നത് സത്യത്തില് നമ്മളെ ഏറ്റവും വിശ്വസിക്കുന്ന ഒരാള് നമ്മളെ ചതിക്കുമ്പോഴുണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ ഭയങ്കര പാടാ. നമ്മള് നല്ല സമയത്ത് നമ്മളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡീപ്പായിട്ട് അകത്തുള്ള കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അല്ലാത്ത വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യുന്നു. നമ്മളെ ആ ട്രസ്റ്റിനെ നമ്മളങ്ങ് വിട്ട് കളയുന്ന ഒരാളെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു വാല്യൂ ഇല്ല, എന്നെ അയാൾ ഒട്ടും വില കൊള്ളണില്ല, എനിക്കൊരു വില തരണില്ല എന്നാണ്, ഞാൻ പോരാഞ്ഞിട്ടല്ലേ അയാൾ വേറൊരാളുടെ അടുത്ത് പോയത്, ആ ഒരു ചിന്ത വന്ന ലൈഫില് റിലേഷൻഷിപ്പില് ഒരിക്കലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കും, ഇമോഷണൽ ബിട്രയൽ ആണ് ഫിസിക്കൽ ബിട്രയലിനേക്കാളും പാടെന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. കാര്യം എന്താ, ഒരു അടി തന്നാൽ പോലും നമുക്കത് പെട്ടെന്ന് അങ്ങ് ആ വേദന പോകും. പക്ഷെ നമ്മളെ അങ്ങ് കുത്തി നോവിക്കണ ഡയലോഗ്സ് ഇല്ലേ, അത് അവരുടെ ആ ഒരു ഇന്റൻഷൻ വന്നത് ആദ്യം എവിടെയാ, എന്ത് കാര്യവും സംസാരിക്കുന്നത് ഉള്ളിൽ നിന്നാണ് വന്നെ, മൈൻഡിൽ നിന്നാണ് വന്നെ. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ചീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഫിസിക്കൽ ചീറ്റിംഗ് ആയാലും ഇമോഷണൽ ചീറ്റിംഗ് ആണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും കൊള്ളില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഇമോഷണലി ഒരാള് നമ്മളെ അങ്ങോട്ട് ചതിക്കുവാണെങ്കിൽ അത് കുറെ കാലം നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. ദാറ്റ്സ് എ ലോങ് ടേം ആണത്. ഒരു തല്ല് തന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് മറന്നു കളയാൻ പറ്റും. പക്ഷേ ഇവന്മാര് ഉള്ളിൽ വെച്ച് പെരുമാറുമ്പോൾ അത് അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ച് എവിടെയെങ്കിലും നിങ്ങളിങ്ങനെ പെട്ടുകിടക്കുവാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ലെവലില് അത്രയും തകർന്നൊരു ബന്ധത്തിലാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലൈഫ് കോച്ച് ഷീജയുടെ തെറാപ്പിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്ത് ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തിയും അവയർനെസ്സും ഒക്കെ തരാനായിട്ട് ഈ സെഷൻസ് നിങ്ങളെ സഹായിക്കും.